അപ്പോൾ ഈന്തപ്പഴം ലേഹ്യം ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ട സാധനങ്ങളാണ് തേങ്ങയുടെ പാലാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 സ്പൂണ്, വലിയ സ്പൂണ് കോക്കനട്ട് പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. കോക്കനട്ടിൻ്റെ അത് തേങ്ങാപ്പാലായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും തേങ്ങ ഓണത്തിന് കൊടുന്നത് കുറേ ചീഞ്ഞു പോയി. അപ്പോൾ അത് കാരണം വെട്ടിയപ്പോൾ എല്ലാം അത് ചീഞ്ഞു. അപ്പോൾ അത് കളഞ്ഞിട്ട് കോക്കനട്ട് പൗഡർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് എടുത്തതാണ്. പിന്നെ ഞാൻ ഒരു ചെറിയ ഉള്ളി വന്ന് ഒരു 1/4 കിലോൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിവിടെ ചെറിയ ഉള്ളി ഇതാ തൊണ്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 300 ഉണ്ടാവും. പിന്നെ ഈന്തപ്പഴം വന്ന് ഇതൊക്കെ ഇന്നലെ നന്നാക്കി വെച്ചതാണ്. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഈന്തപ്പഴം കുരിയൊക്കെ കളഞ്ഞ് അതൊരു 1/2 കിലോൻ്റെ മേലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചേർക്കണത്. പിന്നെ ശർക്കരയുടെ കുറച്ച് മധുരം ഇതിൽ ഈന്തപ്പഴത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 2 3 വെല്ലം പാവ് കാച്ചിട്ട് അതുകൂടി ചേർക്കണം, നെയ്യ് ചേർക്കണം. അതൊക്കെ പിന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ചേർക്കണത്. ഇതെല്ലാം കൂടി കുക്കറിലിട്ട് നമ്മൾ ഒന്ന് 2 അടി അടിച്ച് ഒരു വിസിലടിച്ച് എടുക്കണം. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ആട്ടിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ആട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഉരുളി വെച്ചിട്ടോ നല്ല അടി കട്ടിയുള്ള ചീഞ്ഞട്ടി വെച്ചിട്ടോ നമ്മൾ ലേഹ്യം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കൂടി ഞാൻ ഒരു 3 ഗ്രാമ്പ് 2 ഗ്രാമ്പ് 2 എടുത്തേക്ക് 2 ഉണ്ട് കേട്ടോ. അതായത് ഗ്രാമ്പ് 2 എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമിൻ്റെ ഒരുപാട് ചുവ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഏലക്കായ പൊടിച്ച് നമ്മൾ ഇടണം. അപ്പോൾ ഗ്രാമ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ ഈ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരു വിസിൽ അടിച്ചെടുക്കണം കേട്ടോ കുക്കറിലിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം